അങ്ങ് വൈകുണ്ഠപുരം എന്ന കിടിലം ബ്ലോക്ക് ബസ്റ്റർ സിനിമ സമ്മാനിച്ച സംവിധായകനാണ് ത്രിവിക്രം ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയാണ് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനായ ഗുണ്ടൂർക്കാരം. ഞാൻ സിനിമ ഇന്ന് കണ്ടായിരുന്നു. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജനുവരി 12 സംക്രാന്തി പ്രമാണിച്ചാണ് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു നായകനായ ഗുണ്ടൂർക്കാരം തിയേറ്ററിലെത്തുന്നത്. തെലുങ്കിൽ മാത്രമാണ് ഈ സിനിമ റിലീസിന് എത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ട് പോലും സിനിമയ്ക്ക് 200 കോടിക്ക് മേളിൽ കളക്ട് ചെയ്തു. എൻ്റെ അറിവിൽ ഇന്ത്യൻ സിനിമയിൽ 2 പേർക്ക് മാത്രമേ നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും ബോക്സ് ഓഫീസിൽ തൂക്കുന്ന 2 നടന്മാരാണ്. ഒന്ന് തലപതി വിജയും, 2 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവും എൻ്റെ അറിവിലുള്ളവരാണ്. ഇനി എനിക്ക് അറിഞ്ഞൂടാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ്, നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. ഈ സിനിമ ജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതും തെലുങ്കിലാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്, തെലുങ്ക് ഭാഷയിൽ മാത്രമാണ്. നെറ്റ്ഫ്ലിക്സിലിപ്പം മലയാളത്തിൽ എല്ലാത്തിലും എല്ലാ ലാംഗ്വേജിലും അവൈലബിൾ ആണ്. പക്ഷേ തെലുങ്കിൽ മാത്രമാണ് തിയേറ്ററിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് വരെ ഈ ബോക്സ് ഓഫീസ് തൂക്കം കൊണ്ട് കാണിച്ചു വെച്ചത്. സിനിമയുടെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാലും ഒരു പുതുമയില്ലാതെ അങ്ങ് അതേപോലെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ അങ്ങ് വൈകുണ്ഠപുരം എന്ന് പറയുന്ന സിനിമയിൽ എന്ന് പറയുന്നത് എന്തെങ്കിലും നല്ല കണ്ടന്റുള്ളൊരു സിനിമയാണ്. പിന്നെ അല്ലു അർജുനാണ് പൊതുവേ അത് ജയിക്കും. കാരണം വെച്ചാൽ അല്ലു അർജുൻ നല്ലൊരു കംബാക്ക് കൊടുത്തൊരു സിനിമ കൂടിയാണ് ഈ അങ്ങ് വൈകുണ്ഠപുരം എന്ന് പറയുന്ന സിനിമ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് ഏകദേശം 1 വർഷം സിനിമ ഇല്ലായിരുന്നു. 2020 ആ സിനിമ വന്നത്. നല്ല ബ്ലോക്ക് ബസ്റ്ററാണ് കരിയറിൽ. 275 കോടിക്ക് മേളിൽ അടിച്ചൊരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് അല്ലു അർജുൻ്റെ കരിയറിൽ അങ്ങ് വൈകുണ്ഠപുരം. ഈ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഇതിലെ ആക്ഷൻ സീക്വൻസ് ആയാലും ഇതിലെ സ്റ്റോറി ലൈനാണെങ്കിലും അത്ര പുതുമയെന്ന് എടുത്തു പറയേണ്ടതൊന്നുമില്ല. സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു ഉള്ളതാണ് ഈ സിനിമ ജയിച്ചത്. അപ്പോഴും ഞാൻ അങ്ങനെയാണ് എടുത്തു പറയുന്നിരിക്കുന്നത്. വേറെ കഥയെന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ആ അമ്മയുടെ ജീവിതത്തിൽ ഈ മകനെ സംരക്ഷിക്കാൻ വേണ്ടി കുറച്ച് അങ്ങ് അകറ്റി നിർത്തുകയാണ്. എന്നാൽ പേരൻസ് തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മകൻ അങ്ങ് അകപ്പെട്ടു പോവുകയാണ്. മകൻ അങ്ങ് വഴി തെറ്റി ഒരു ഗുണ്ടയായി മാറുന്ന കഥയാണ് സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. കുടുംബമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് സംവിധായകൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ആ കുടുംബത്തിനെ എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ള കഥയൊക്കെയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ജയറാമായിട്ടുണ്ട്, മഹേഷ് ബാബു ഉണ്ട്, ശ്രീലീലയുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ ഉണ്ട്. പക്ഷേ നല്ല പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ നല്ല കയറുമെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നോക്കണമെങ്കിൽ ഈ സിനിമ ഒരു ടൈം പാസ് സിനിമയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നോക്കണമെങ്കിൽ ഒരു ആവറേജ് ടൈം പാസ് സിനിമ, അത്രയേ ഉള്ളൂ. വേറെ ഒരു പുതുമയില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഗുണ്ടൂർക്കാരം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.